ഈ കഴിഞ്ഞ ദിവസം നടന്ന മത്സരം ഹൈദരാബാദും അതുപോലെ തന്നെ ലക്നൌവും തമ്മിൽ നടന്ന മത്സരം ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദും LSGയും SRHും LSG എന്ന് പറയുന്നതിനേക്കാൾ പകരം LSGക്ക് പകരം LKG ആക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഹൈദരാബാദ് ബാറ്റേഴ്സ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ട്രാവിസ് ഹെഡും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയും ഇവർ രണ്ടുപേരും ഈ ലക്നൌവിൻ്റെ ബോളേഴ്സിനെ LKG പഠിക്കുന്ന പിള്ളേർ സമമായിട്ടുള്ള രീതിയിലുള്ള ബോളാണെന്നുള്ള രീതിയിലാണ് അടിച്ചത്. 10 ഓവറിൽ 165 റണ്ണ് വിജയിക്കുക എന്ന് പറയുന്നത് ഈ IPL ചരിത്രത്തിൽ തന്നെ 10 ഓവറിൽ ഒരു ടീം എടുക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് 165 എന്നുള്ളൊരു ടോട്ടൽ. ഇന്റർനാഷണൽ T20 ക്രിക്കറ്റിൽ പോലും ഇത്തരത്തിലുള്ളൊരു പ്രകടനം ഏതെങ്കിലും ടീം കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് സംശയമാണ്. പക്ഷേ IPL എന്തായാലും ഇത് ഒരു ഹിസ്റ്ററി തന്നെയാണ്, അല്ലെങ്കിൽ റെക്കോർഡ് തന്നെയാണ്. ഇന്നേ വരെ IPL ഒരു ടീമും 10 ഓവറിൽ ഇത്രയധികം റൺ എടുത്തിട്ടില്ല. അപ്പോൾ ആ റെക്കോർഡ് എന്തായാലും ഹൈദരാബാദ് ഓരോ മത്സരത്തിലും റെക്കോർഡുകൾ വാരിക്കൂട്ടുന്നൊരു സ്വഭാവം തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇവിടെ LSGക്ക് ടോസ് കിട്ടുന്നു. SRHനെ ബാറ്റിങ്ങിന് അയക്കാതെ നമ്മുടെ LSG ബാറ്റ് ചെയ്യാനായിട്ട് എത്തുന്നു. നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഇതിലും വലിയ സ്കോറിലോട്ട് ചിലപ്പം അവർ പോയേനെ. അപ്പോൾ എന്തായാലും അത് നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. പക്ഷേ KL രാഹുലും ഈ പറയുന്ന ടി കോക്കും ഒക്കെ അല്ലെങ്കിൽ LSG ടീമും ബാറ്റർമാർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടീമിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, എല്ലാവർക്കും ആ ടീമിൽ ഒരു പ്ലാൻ കാണുമല്ലോ. ഇവരെന്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പ്ലാനുകൾ തയ്യാറാക്കുന്നത്. ഈ IPL തന്നെ ഇപ്പോൾ മത്സരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഇത് തന്നെയാണ്. അതായത് മാക്സിമം പവർ പ്ലേ തന്നെ ഒരു ടീമിൻ്റെ വിജയ സാധ്യതകളെ നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം ഉള്ള ബാറ്റിംഗ് പ്രകടനമാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഭയങ്കര അടിച്ചു തൂക്കുന്ന പ്രകടനം തന്നെയാണ്. 6 ഓവറിൽ ആദ്യത്തെ 6 ഓവർ തന്നെ ഒരു 100, 80, 60 എന്നുള്ളൊരു അതിൽ കുറഞ്ഞൊന്നുമില്ല. അത് ആരും നോക്കുന്നില്ല. എല്ലാ ടീമുകളിലും അത്രയും അറ്റാക്കിംഗ് ആയിട്ടുള്ളൊരു ബാറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഇത്രയും 9 ടീമുകൾക്കിടയിൽ ഈ LSG വന്നിട്ട് എന്ത് കാണിക്കുകയാണ്? KL രാഹുലൊക്കെ വന്നിട്ട് എന്തോ കാണിക്കുക. അതും SRHനെ പോലൊരു ടീമിൻ്റെ എതിരെ ഒരു ടോട്ടൽ പടുത്തുയർത്തേണ്ടതാണ്. അവിടെ അദ്ദേഹം കളിച്ച സ്ട്രൈക്ക് റേറ്റ് ഒന്ന് കാണണം. 33 പന്തിൽ 29 റൺസാണ്. 33 പന്തിൽ 29. കിൻഡൻ ടി കോക്ക് 5 ബോളിൽ 2. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഓപ്പണേഴ്സിന് വലിയൊരു പങ്കുണ്ട്. അവരുടെ ആ ഒരു എന്താ പറയുക ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ അവരെന്താണ് പുറത്തെടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ബാക്കി വരുന്നവരുടെ പ്രകടനങ്ങളെല്ലാം. ഇതുപോലൊരു ടീമിനെതിരെ ഇത്രയും നല്ലൊരു ടോട്ടൽ ഏതൊരു ടീമിനെതിരെ ആണെങ്കിലും അത്യാവശ്യം 200 ഒരു ടോട്ടൽ എത്തിക്കേണ്ടതാണ്. അതും SRHനെതിരെ വരുമ്പം അത് അതിനേക്കാൾ കൂടും. നിങ്ങൾക്ക് എത്ര മാക്സിമം എടുക്കാൻ കഴിയുമോ അത്രയും റൺസ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവർ ബാറ്റ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര സെൻസിബിളാണ്, അല്ലെങ്കിൽ പിച്ച് ചെയ്തിട്ട് ബോൾ ബാറ്റിലോട്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് വരുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം വരുന്നത്. പക്ഷെ അതിനെ ഓവർകം ചെയ്ത് നിങ്ങളുടെ ആ ഒരു കാലിബർ അവിടെ കാണിക്കുക. അല്ലെങ്കിൽ ഇത് സാഹചര്യം അങ്ങനെയാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ നിൽക്കാം. സാഹചര്യത്തിനെ മാറ്റി കളിക്കാൻ കഴിയുന്നുണ്ടോ അവിടെയാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു നിലയിൽ നിന്നും KL രാഹുലിൻ്റെയൊക്കെ ഉള്ളിൽ നിന്നും വരുന്ന പ്രകടനങ്ങൾ കണ്ടുണ്ടല്ലോ വളരെ എന്താ പറയുക നിരാശാജനകമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം T20 വേൾഡ് കപ്പിൻ്റെ സ്ക്വാഡിലോട്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്താത്തതുകൊണ്ട് പല ഫാൻസും മുറവിളി കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് അങ്ങനെയുള്ളൊരു വിളി വേൾഡ് കപ്പിലോട്ട് എത്താത്തത്. അതിൻ്റെ റീസൺ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വേറെ ആരും പ്രത്യേകിച്ച് കളിക്കാനായിട്ട് അവിടെ ആരും ഇല്ലായിരുന്നു. പിന്നെ അവസാനം നിക്കോളാസ് പൂരനും അതുപോലെ തന്നെ ബഡോണിയും കൂടെ ചേർന്നിട്ടാണ് ഇവരെ 165. ഇവർ രണ്ടുപേരുടെ ഒരു ഇന്നിങ്സ് ഭയങ്കര അവരെത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് എത്രത്തോളം സൂക്ഷിച്ചും കണ്ടും ഒക്കെ കളിച്ച് റണ്ണ് കെട്ടിയതാണ്. അവർ ഇതിലും വലിയൊരു തകർച്ചയോട്ട് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർ രണ്ടുപേരും ബഡോണിയും നിക്കോളാസ് പൂരനും കൂടെ ചോര നീരാക്കി പടുത്തുയർത്തിക്കൊണ്ട് വന്നൊരു ടോട്ടലായിരുന്നു. അത് വെറും പുഷ്പം പോലെ ഹെഡും നമ്മുടെ അഭിഷേക് ശർമ്മയും കൂടെ അടിച്ചങ്ങ് എടുത്തു എന്നുള്ളതാണ്. വെറും പുഷ്പം പോലെ 9.4 ഓവറിൽ പരിപാടി ക്ലോസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വിഷമം തോന്നും. ഈ LSGയുടെ ബോളേഴ്സിനെയും അല്ലെങ്കിൽ KL രാഹുലിൻ്റെ ഒക്കെ മുഖമൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അതുപോലത്തെ ഒരു ഇത് തന്നെയായിരുന്നു അവിടെ കണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, LKG പിള്ളേർ ബോൾ എറിയുമ്പോൾ അവരെ അടിക്കുന്ന പോലുള്ളൊരു അടിയാണ് ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും കൂടെ കാഴ്ചവെച്ചൊരു പ്രകടനം. അവർ ഓൾറെഡി തീയാണെന്ന് നമുക്കറിയാം. പവർ പ്ലേയിലൊക്കെ അവർ വെക്കുന്ന പ്രകടനം വളരെ വലുതാണ്. എന്നാൽ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് തന്നെ ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാതെ അഭിഷേക് ശർമ്മ 28 ബോളിൽ 75. അദ്ദേഹം ഈ സീസണിൽ തന്നെ 200 സ്ട്രൈക്ക് റേറ്റിന് മുകളിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ.
അതുപോലെ തന്നെ ട്രാവിസ് ഹെഡ് 30 ബോളിൽ 89, 8 6ഉം 8 4ഉം. അഭിഷേക് ശർമ്മ 6 6ഉം 8 4ഉം. ട്രാവിസ് ഹെഡിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 296, അഭിഷേക് ശർമ്മ 267. നമ്മൾ ഗെയിം കളിക്കത്തില്ലേ, നമ്മൾ ഗെയിം കളിക്കാൻ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അടിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ വെച്ച് കീച്ചുന്നത്. 10 ഓവറിൽ 165 റൺസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. നിലത്ത് തൊട്ടിട്ടില്ല, അവരുടെ ബോളേഴ്സിനെ നിലത്ത് തൊടാൻ അനുവദിച്ചിട്ടില്ല. അമ്മ അതിൽ നിർത്തി പൊതിച്ച് ഫുൾ ടൈം എയറിലായിരുന്നു. അമ്മ അതിൽ അടിച്ച് തൂക്കി കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവരുടെ അപ്രോച്ച്, സത്യം പറഞ്ഞാൽ LSGയുടെ ബാറ്റിംഗ് അപ്രോച്ച് തന്നെയാണ്. അവരുടെ ബോളിംഗ് സൈഡിലോട്ടൊന്നും പറയാനോ എടുക്കാനൊന്നുമല്ല, പറയാൻ മെയിനായിട്ടുള്ളത് അവരുടെ ബാറ്റിംഗ് അപ്രോച്ച് മാറ്റുക എന്നുള്ളതാണ്. ഈ ഒരു രീതിയിലൊന്നുമല്ല അവരുടെ ബാറ്റിംഗ് അപ്രോച്ച് ഈ ഒരു IPL സീസണിൽ ഉണ്ടാകേണ്ടത്. എല്ലാ ടീമുകളും വളരെ മികച്ച രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ വന്നിട്ടുള്ള പ്രകടനം കളിക്കാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷയുള്ള ടീമുകളിലൊന്നാണ്, പ്ലേ ഓഫിൽ കയറാൻ സാധ്യതയുള്ള പ്രതീക്ഷയുള്ള ഒരു ടീമുകളിലൊന്നാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേനും ഇതുകൊണ്ടൊന്നും കയറിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അത് SRHനെതിരെയെന്നല്ല, അത് ഏതൊരു ടീമിൻ്റെ എടുത്താണെങ്കിലും ഈ ഒരു പ്രകടനങ്ങൾ കൊണ്ടാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്, പ്രകടനം എന്നുള്ള കാര്യം പോട്ടെ, ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ നിങ്ങൾ കയറിയിട്ട് യാതൊരുവിധ കാര്യമില്ല. 100% ഉറപ്പിച്ച് പറയാം, നിങ്ങൾ 8 നില പൊട്ടും. അത് മാറ്റി കൊണ്ടുവരിക എന്നേ പറയാനുള്ളൂ. ഇവിടെ നമുക്ക് നോക്കാം, SRH ഈ ഒരു മത്സരത്തിലൂടെ 3ാം സ്ഥാനത്തോട്ട് കയറി വന്ന് 12 മത്സരത്തിൽ 7 വിജയങ്ങളുമായിട്ട് റൺ റേറ്റ് പ്ലസ് .40 ചെന്നൈ 11 കളിയിൽ 6 മത്സരമായിട്ട് 4ാം സ്ഥാനത്തുണ്ട്. ഡൽഹി അതിൻ്റെ പിന്നിലുണ്ട്. LSG 6ാം സ്ഥാനത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് അവരെ സംബന്ധിച്ച് അവർക്ക് തന്നെ അടുത്തുള്ള 2 മത്സരങ്ങളിലൂടെ ജയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കയറാനുള്ള സാധ്യതകളുണ്ട്. പോയിന്റ് ടേബിളിൽ എങ്ങനെയൊക്കെയാണ് മാറി മറിയുന്നത് പറയാൻ പറ്റില്ല. എന്തായാലും നിലവിൽ SRH ഏകദേശം പ്ലേ ഓഫ് കുറച്ചുകൂടെ ഉറപ്പിക്കുന്ന നിലവിലുള്ള ഒരു കുറച്ചുകൂടെ ഉറപ്പിക്കാവുന്ന ആ ഒരു ലെവലിലോട്ട് കയറിയിട്ടുണ്ട്. എന്തായാലും തുടർന്നുള്ള മത്സരങ്ങളൊക്കെ തീപ്പൊരു മത്സരങ്ങൾ തന്നെയാണ്, നമുക്ക് കണ്ട് എന്തായാലും ആസ്വദിക്കാം. അതിനുശേഷം എൻ്റെ റിവ്യൂമായിട്ടും മറ്റ് ക്രിക്കറ്റ് വീഡിയോസുമായിട്ടും ഞാൻ എത്തുന്നതായിരിക്കും.